ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക അവിടെ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുന്നു, പ്രതാപൻ്റെ പി.എ. രാജുവില്ലേ, അവൻ താമസിക്കുന്ന വാടക വീട്ടിലെ ഒരു കുടിയൊഴിപ്പിക്കൽ നടക്കുക. അത് നടത്തുന്ന ആരാന്നറിയാവോ? ഹൗസ് ഓണറായ രുക്മിണിയാ. അതിനെന്താ മേഡം? എടാ, പുരയ്ക്ക് തീ പിടിക്കുമ്പോഴേ വാഴ വെട്ടുന്നെന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ പ്രശ്നം നടക്കുമ്പോഴേ നിങ്ങൾ അതിലോട്ടങ്ങ് ഇടിച്ച് കയറണം. എന്നിട്ട് ആ രാജുവിൻ്റെയും അവൻ്റെ തന്ത വേണുണ്ടല്ലോ, അവൻ്റെയും കയ്യും കാലും അങ്ങ് തല്ലി ഓടിച്ചേരെ. നിന്നെ രുക്മിണി കൊണ്ടുവന്നതാണെന്ന് ആ രാജുവിൻ്റെ വീട്ടുകാരറിയാവുള്ളൂ. എന്നാൽ രുക്മിണിക്ക് പോലും ഇത് പിടികിട്ടുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി മേഡം. എന്നാൽ ഇനി ഒട്ടും താമസിക്കണ്ട, നിങ്ങൾ എളുപ്പം അങ്ങോട്ട് വിട്ടേരെ എന്നും പറഞ്ഞ് അംബിക ഫോൺ കട്ട് ചെയ്യുവാണ്. അംബികയുടെ മോൻ ദീപക്ക് ചോദിക്കുക, ഇതെന്താ അമ്മേ പുതിയ പരിപാടി? എടാ, ഇറക്കി വിടുന്നതിൻ്റെ കൂട്ടത്തിലേ രുക്മിണി ഒരു പക പോക്കിയതായിട്ടിരുന്നോട്ടെ. അങ്ങനെ രുക്മിണിയും രാജു അറിയാതെ നമ്മുടെ വകയൊരു കൊട്ടേഷൻ. ഒറ്റയേറിന് 2 മാങ്ങ. ഒരുത്തർക്ക് നാശം കൊടുക്കാനും ആ നാശം കണ്ട് സന്തോഷിക്കാനും ആ അമ്മയും മോനെയും വിട്ടാൽ വേറെ ആരുമില്ല. അവർ രണ്ടുപേരും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. ഈ സമയം രുക്മിണി തുള്ളി ഉറഞ്ഞിതേണ്ട വരുന്നുണ്ട്. ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. വേണ്ട, പോലീസ് ജീപ്പ് വന്നതേണ്ട രുക്മിണിയുടെ മുന്നിൽ അങ്ങ് നിർത്തി. ആ ജീപ്പ് തുറന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ വനിതാ പോലീസ് ഓഫീസറും നമ്മുടെ ഋതികയും കൂടാണ്. ആ പോലീസ് ഓഫീസർ ഇങ്ങോട്ട് രുക്മിണിയുടെ മുന്നിലോട്ട് വന്ന് നിന്നിട്ട്, രുക്മിണിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേ രുക്മിണിക്ക് പതറാൻ തുടങ്ങി. അതെ മേഡം, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി മേഡം. ഈ നിൽക്കുന്ന കുട്ടിയെ നിങ്ങൾക്കറിയാവോ എന്ന് ഋതികയെ നോക്കിയാണ് ചോദിക്കുന്നത്. രുക്മിണി ഋതികയും അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഓഫീസർ ചോദിക്കുന്ന, ഹസ്ബൻഡിൻ്റെ പേര് രവിപ്പിള്ള എന്നല്ലേ? അതെ മേഡം. എന്നിട്ട് അയാൾ എവിടെ? എൻ്റെ കൂടെ ഇല്ലിപ്പം. അയാളെ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ കുബേരക്കാലത്തെ പോലീസ് ലോക്കപ്പിൽ വെച്ച്. രുക്മിണിക്ക് ഇപ്പോഴും ബ്ലേഡ് കമ്പനി ഉണ്ടില്ലേ? യോ ഇല്ല മേഡം, ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. അയ്യോ മേഡം, അത് ആൾക്കാർ വെറുതെ പറയുന്നതാ. അല്ലല്ലോ രുക്മിണി, കൊള്ളപ്പലിശയ്ക്കാ കൊടുക്കുന്നതെന്നും എനിക്കറിയാം. സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല മേഡം. നുണ പറയല്ലേ രുക്മിണി. അംഗീകാരമോ മതിയായ രേഖകളോ ഇല്ലാതെ ഇത്തരം ബ്ലേഡ് കമ്പനികൾ നടത്തിയാൽ എന്താ നിയമ നടപടികൾ എന്ന് രുക്മിണിക്ക് അറിയാമല്ലോ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യത്തിന്. മിനിസ്റ്റർ പ്രതാപ് വർമ്മ സാറിൻ്റെ പി.എ. രാജുവിന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് മേഡം. എന്നാലേ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ആ എഗ്രിമെൻ്റ് ഇരു കൂട്ടർക്കും ബാധകമാണെന്ന്, അത് പാലിക്കാനും ഉള്ളതാണെന്ന് അറിയാമല്ലോ. അറിയാം മേഡം. ഋതികെ, അതിങ്ങി തരൂ എന്നും പറഞ്ഞ് ആ വാടക വീടിൻ്റെ അഗ്രിമെൻ്റ് ആ പോലീസ് ഓഫീസർ വാങ്ങിക്കുന്നുണ്ട്. ഇതിൽ 11 മാസത്തേക്കാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എഗ്രിമെൻ്റ്. അപ്പോഴിതിൻ്റെ കാലാവധി എന്നുവരെയാണ്? നിങ്ങളിതിൽ എഴുതിയിട്ടുകൊണ്ട് ഇരു കൂട്ടരും സൈനും ചെയ്തിട്ടുണ്ട് മേഡം. അത് അഗ്രിമെൻ്റ് കാലാവധി ജനുവരി 30 വരെയാണ് മേഡം എന്നിങ്ങനെ രുക്മിണി പറഞ്ഞപ്പോൾ ആ ഓഫീസർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി രാജുവിനും ആ കുടുംബത്തിലുള്ളവർക്കും 5 മാസം കൂടി ആ വീട്ടിൽ താമസിക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ ഇന്നലെ ഇവരുടെ വീട് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നോ? രുക്മിണി ഒരുമാതിരി ദേഷ്യവും പതർച്ചയും എല്ലാം കൊണ്ട് ഋതികയെ ഇങ്ങനെ നോക്കുവാണ്. എന്താ രുക്മിണി മിണ്ടാത്തത്? വീടൊഴിപ്പിക്കാൻ നിങ്ങൾ ചെന്നുവെന്ന് മാത്രമല്ല, അവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എന്താ രുക്മിണി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അങ്ങനെ കാര്യങ്ങൾ പലതുണ്ട്. ബ്ലേഡ് കമ്പനി ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കേസങ്ങെടുത്താലേ രുക്മിണി പിന്നെ അങ്ങ് അകത്താ. എന്താ, ഞാനത് ചെയ്യണോ? പിന്നെ ഞാനത് ചെയ്യാത്തത് എന്താന്ന് വെച്ചാലേ, നിങ്ങളൊക്കെ അയൽക്കാരല്ലേ, സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ അങ്ങ് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അങ്ങനെ കൊമ്പും കുലുക്കി തകർക്കാൻ വന്ന രുക്മിണി താണ്ട തകർന്നൊടിഞ്ഞങ്ങ് നിൽക്കുക. സോറി മേഡം, സോറി എന്നോടല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഇന്നലെ അവിടെ ചെന്ന് അപമാനിച്ച ആ വീട്ടുകാരില്ലേ, അവരോട് ചെന്ന് പറയണം. അവർക്കുണ്ടായ മാനക്കേടിനും ദുഃഖത്തിനും നിങ്ങൾ ചെന്ന് അവരോട് മാപ്പ് പറയണം. നിങ്ങൾ ഇപ്പം തന്നെ ചെന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിലേ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ഒരു 4-5 കേസ് കൂടെ അങ്ങോട്ട് കയറ്റി പിടിച്ചാൻ അകത്തങ്ങിടും. രുക്മിണി അങ്ങ് വരണ്ടു പോയി. എന്താ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നല്ല ഇടിയും കിട്ടും. എനിക്ക് മനസ്സിലായി മേഡം എന്നിങ്ങനെ രുക്മിണി സങ്കടത്തോടെ പറയുവാണ്. ഇങ്ങോട്ട് നോക്ക്, ഇത് മിനിസ്റ്ററുടെ മോളായതുകൊണ്ടോ മിനിസ്റ്ററുടെ പി.എ. ആയതുകൊണ്ടോ അവരുടെ ആ സ്വാധീനത്തിലൊന്നും എടുത്ത കേസല്ലത്. ഈ കേസ് ജെന്യൂനാണ്. അതുകൊണ്ട് മന്ത്രി വിളിച്ച് പറഞ്ഞപ്പോൾ SP ഇടപെട്ടു എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. വർമ്മ സാർ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. അഥവാ ഇനി അറിഞ്ഞാൽ മറ്റൊരു കേസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചാർജ് ചെയ്യും. ഈ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതാണെന്നും നിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തതാണെന്നും ഒക്കെ ഞാനങ്ങ് വരുത്തി തീർക്കും. രുക്മിണി ഉടനെ അയ്യോ മേഡം ചതിക്കല്ലേ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. എങ്കിലേ രുക്മിണി ഉടനെ തന്നെ ചെന്ന് രാജുവിൻ്റെ വീട്ടുകാരോട് മാപ്പ് പറയും. ഈ 5 മാസം കഴിഞ്ഞു അവരെ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നോട് പറ. അപ്പോഴവരെ ഇറക്കി വിടാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എന്നാലേ രുക്മിണി ചെല്ല്,
പുലിയെപ്പോലെ വന്ന രുക്മിണി താണ്ട എലിയെപ്പോലെ പതുങ്ങി പോകുന്നുണ്ട്. ഈ സമയം രാജുവിൻ്റെ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരുടെ പാത്രങ്ങളും സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പെറുക്കി പുറത്തോട്ട് വെച്ചോണ്ടിരിക്കുവാണ്. ഇതെല്ലാം കണ്ട് രാധമ്മ ഇങ്ങനെ സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ ഇരിക്കുന്നു. ഒന്നും മിണ്ടാനാവാതെ നമ്മുടെ വേണുവേട്ടൻ ആ ചേറയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ജയൻ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് ചോദിക്കുന്നു, അച്ഛാ വണ്ടി പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? ആ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണുവേട്ടനും പറയുന്നുണ്ട്. കിട്ടിയ അവസരം പാഴാക്കാതെ കൊച്ചമ്മണിയുടെ വകയൊരു കുത്തുവാക്ക്. അങ്ങനെ സർക്കസുകാരെ പോലെ കെട്ടും പാണ്ടവും എടുത്തുകൊണ്ട് മറ്റൊരു കളിസ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ സർക്കസ് കഴിഞ്ഞ് അച്ഛാ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൊച്ചമ്മണി ചോദിക്കുക. വേണുവേട്ടൻ പറയുന്നു, തൽക്കാലത്തേക്ക് ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാ. അവനും അവൻ്റെ ഭാര്യയും വിദേശത്താ. അവരിനി ഒരു 2 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് മാറിക്കൊടുത്താൽ മതി. ബാഗും സാധനമൊന്നുമില്ലാതെ രാജു അകത്തുനിന്ന് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ജയൻ ചോദിക്കുക, അല്ല അളിയൻ്റെ ബാഗൊക്കെ എന്തിയേ? അപ്പോഴേക്കും വാതൊക്കെ അംബിക ഏർപ്പാടാക്കിയ ഗുണ്ടകൾ 2 പേരും മോട്ടോർ ബൈക്കിൽ വന്ന് അവിടെ കാവൽ നിൽപ്പുണ്ട്. ജയൻ അവരെയൊക്കെ നല്ല പരിചയമാണെന്ന് തോന്നുന്നു. ജയൻ രാജുവിനോട് പറയുന്നു, അളിയ ദാണ്ട് ആ നിൽക്കുന്നവന്മാർ ഗുണ്ടകളാ. കണ്ടിട്ട് രുക്മിണി ചേച്ചി ഇറക്കിയ ഗുണ്ടകളാന്ന് തോന്നുന്നു. നമ്മളിനി ഇറങ്ങാൻ 1 മിനിറ്റ് താമസിച്ചാൽ അവന്മാരിവിടെ കയറി നമ്മളെയൊക്കെ അങ്ങ് മേയും. ആ ഗുണ്ടകൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, എടാ ലക്ഷണമൊക്കെ കണ്ടിട്ട് ഇവരും ആ രുക്മിണിയുടെ തർക്കമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അഥവാ ഇനിയല്ലോ അങ്ങനെ ഉണ്ടായാൽ ആ സമയത്ത് തന്നെ നമ്മൾ എളുപ്പം ചെന്ന് ആ അച്ഛൻ്റെയും മകൻ്റെയും കൈയും കാലും അങ്ങ് തല്ലി ഒടിച്ചേക്കണം. നിനക്കറിയാലോ, ഇല്ലെങ്കിലേ അംബിക മേഡം കാശ് തരത്തില്ല. അത് ഞാൻ ഏറ്റെന്നേ. ആ ഓടി വരുന്ന ആരാന്ന് നോക്കിക്കേ, നമ്മുടെ രുക്മിണിയാണ് ഓടി വരുന്നത്. ജീവനും കൈ പിടിച്ചോണ്ട് ഓടി വരുന്ന ഓട്ടം കണ്ടിട്ട് കൊച്ചമ്മണി പറയുന്നു, അയ്യോ അവള് താണ്ട് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. വാടാ മക്കളെ, നമുക്ക് എളുപ്പം അങ്ങ് ഇറങ്ങിയേക്കാം. രുക്മിണി ഓടി വന്നിട്ട് ചോദിക്കുക, അയ്യോ എല്ലാവരും അങ്ങ് പോകാൻ തുടങ്ങിയോ? രാധമ്മ പറയൂ, ആ വണ്ടി ഒന്ന് വന്നോട്ടെ രുക്മിണി. അയ്യോ ചതിക്കല്ലേ രാധമ്മ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി. കൈയെടുത്ത് തൊഴുതുകൊണ്ട് പറയുന്നു, ദേവി ചെയ്ത് നിങ്ങൾ പോകരുത്. രുക്മിണി വാടക അഡ്വാൻസ് ആയതുകൊണ്ട് ഈ മാസത്തെ വാടക കൂടെ ഞങ്ങൾ തന്നു കഴിഞ്ഞു എന്ന് വേണുവേട്ടൻ പറയുക. ഇനി ആ കറണ്ട് ചാർജിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അത് പിടിച്ചിട്ട് അഡ്വാൻസ് തുക ബാക്കി തന്നാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അയ്യോ അങ്ങനൊന്നും പറയല്ലേ വേണുവേട്ട, ഞാൻ വേണുവേട്ടൻ്റെ കാല് വേണേലും പിടിക്കാം. പോകല്ലേ വേണുവേട്ട ഇവിടുന്ന്. രുക്മിണിയുടെ ഈ ഭാവമാറ്റം എന്താണെന്ന് മനസ്സിലാകാതെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കുക. രാജു നീ പോകരുത്, എനിക്കാ തെറ്റ് പറ്റിയത്. നിങ്ങളെ അഗ്രിമെൻറ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. പ്രിയയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്തും പറയുമായോ ചേട്ടാ? രുക്മിണി വീണ്ടും പറയുക, നിങ്ങൾ ഈ സാധനമൊക്കെ എന്നിടത്ത് ദേവി എന്ന് അകത്ത് വെച്ച് 2 കൈവെടുത്ത് തൊഴുതുകൊണ്ട് നല്ല പുഞ്ചിരിയോടെ രുക്മിണി അഭിനയിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക നോക്കുമ്പോൾ വാതൊക്കെ ബൈക്കിൽ 2 ഗുണ്ടകൾ അവിടെ നിൽക്കുന്നു. ഋതിക അവന്മാരെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഋതിക നല്ല തലയെടുപ്പോടെ തൻ്റെ ഇടത്തോടെ നല്ല ചിരിച്ച മുഖത്തോടെ അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ ഋതികയെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ പറയുന്നു, ഓ ഋതിക മോളപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് രുക്മിണി പറയുക, നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ, നിങ്ങൾ അഗ്രിമെൻറ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് രുക്മിണി ഒരു ചൂളിയ നോട്ടത്തോടെ ഋതികയെ നോക്കുന്നുണ്ട്. എന്നാൽ ഞാനിനി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രുക്മിണി അങ്ങ് 10 മടങ്ങി അങ്ങ് പോവുകയാണ്. അംബികയുടെ കയ്യിൽ നിന്ന് ഇനി 10 പൈസ പോലും കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ, എടാ അവർ തമ്മിൽ കോംപ്രമൈസ് ആയിടാ, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അടിക്കാൻ റൂൾസുമില്ല, വാടാ പോകാം എന്നും പറഞ്ഞ് അവന്മാരങ്ങ് പോവുകയാണ്. കൊച്ചമ്മണി ഋതിയെ നോക്കിയിട്ട് പറയുക, ഈ കൊച്ചി എന്ന് അവളെ നിയമം പഠിപ്പിച്ച് കാണും, അതാ അവൾ വന്ന് വരൻ്റെ നിയമം പറഞ്ഞിട്ടങ്ങ് പോയത്. അത് കേട്ടിട്ട് ഉടനെ ജയൻ പറയാം, എന്തൊക്കെയായാലും മന്ത്രിയുടെ മോളല്ലേ, അതിൻ്റെ ഗുണം കാണാതിരിക്കുവോ? വേണുവേട്ടനൊരു തക്ക മറുപടി എല്ലാവർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണുന്നതെല്ലാം കാക്കപ്പൊന്നാണെന്ന് കരുതരുത്, കനകവും കാക്കപ്പൊന്നും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം. രാജു പറയുന്നു, ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം ഋതിക മേഡത്തിൻ്റെ തലയിലാണ്. ഒരാളെ കുറ്റം പറയുന്നതിനും നാണം കെടുത്തുന്നതിനുമൊക്കെ ഒരതിര് വേണം. രാധമ്മയുടെ ആ വൃത്തികെട്ട തൊഴിൽ വീണ്ടും തുടങ്ങി. എടാ ഭാര്യയെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയെങ്കിലേ ഭാര്യയെ വിളിച്ചോണ്ട് അച്ചി വീട്ടിൽ പൊറുക്കാൻ പോടാ. രാധമ്മയുടെ ആ ചാട്ടം കണ്ടിട്ട് ഋതിക വീണ്ടും അവിടെ വിഷമിച്ച് നിൽക്കുവാണ്. അത് കണ്ടോണ്ട് മേഡം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് രാജു ഋതികയും വിളിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. മേഡം നമുക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് മാത്രം കരുതിയാൽ മതി, അതുകൊണ്ടാണ് ഇത്ര മോശമായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. അതൊന്നും സാരമില്ല രാജു, വളരെ താങ്ക്സ് മേഡം രുക്മിണി ആൻറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്തതിന്. അതിനെന്തിനാ രാജു എന്നോട് നന്ദി പറയുന്നത്? ഈ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, പുലി പോലെ വന്ന രുക്മിണിയമ്മ എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് പറ. കൊല്ലാൻ വന്ന രമ്യയുടെ അമ്മ വിറച്ചോണ്ട് പോവുമായിരുന്നല്ലോ.
അതൊരു മാജിക്കാ രാജു, തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാൽ മതി. കൊച്ചമ്മണി ആ റൂമിൻ്റെ വാതൊക്കെ മറിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. എന്തുവാണ് രാജുവും ഹൃതിയെയും സംസാരിക്കുന്നു, അത് കേട്ടിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമൊന്നും പറഞ്ഞോടെ നിൽക്കുക. ഓ, എൻ്റെ ഭാര്യയ്ക്കപ്പം മാജിക്കൊക്കെ അറിയല്ലേ, ഏതായാലും നന്നായി. ഇതുപോലെയുള്ള മാജിക് ഇനി ഇറക്കേണ്ടി വരും, ചിലരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താനുണ്ട് എന്നിങ്ങനെ രാജു പറയുമ്പോൾ കൊച്ചമ്മണി വാതക്കുന്നുണ്ട്. പറയാം, എൻ്റെ പുന്നക്കീഴിലമ്മേ, ഈ പെങ്കൊച്ചിനി മാജിക്ക് കാണിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നെങ്ങാനും പുറത്താക്കുവോ? മാഡം, എന്തായാലും നമ്മുടെ ഭാവി കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തു തീരുമാനമാണ് രാജു? എന്നോട് പറ. പെട്ടെന്ന് രാജു ആലോചിക്കുക. ഹൃതിക മാഡത്തിൻ്റെ അമ്മ എനിക്ക് കത്തെഴുതി വെച്ച കാര്യം ഞാൻ ഇപ്പം മാഡത്തിനോട് പറയണോ? രാജു അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹൃതിക ചോദിക്കും, എന്താ രാജു, എന്താ പറയാൻ വന്നിട്ട് പറയാത്തത്? നമ്മുടെ ഈ വിവാഹം നടക്കാൻ വേണ്ടി മറ്റൊരാളും കൂടെ ആഗ്രഹിച്ചിരുന്നു. ആരാ രാജു? അത് മൈ ഗോഡ്, എൻ്റെ ദൈവം, എന്തായാലും മാഡത്തിൻ്റെ അമ്മയെ ഞാൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ദാണ്ട നിൽക്കുന്ന കൊച്ചമ്മണി. രാജു ചോദിക്കുക, ആഹാ, ഇപ്പം ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് നോക്കി ഒളിച്ചു നിൽക്കുമായിരുന്നില്ലേ? അയ്യോ എൻ്റെ രാജുമോനെ, ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണങ്ങോട്ട് നോക്കിപ്പോയതാ. അപ്പോൾ അളിയൻ്റെ അമ്മയുടെ കണ്ണ് പോലും അളിയൻ്റെ അമ്മയുടെ കൺട്രോളിലല്ല അല്ലേ? അപ്പോൾ പുലി പോലെ വന്ന ആ പലിശക്കാരിയെ എലി പോലെ ഒതുക്കി വിട്ടത് എൻ്റെ ചക്കരക്കുട്ടിയായിരുന്നില്ലേ എന്നും പറഞ്ഞ് ഹൃതിയെ ഇങ്ങനെ പിടിച്ച് കൈകൊണ്ടൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് കൊച്ചമ്മണി. അപ്പോൾ ഹൃതിക പറയുന്നുണ്ട്, വല്യമ്മേ, എൻ്റെ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ ഫ്രീസായെന്നിരിക്കും. അതെ, ആരെയും പറ്റിക്കാനല്ല. അക്കൗണ്ട് ഫ്രീസായാലും എന്നെക്കൊണ്ട് ചിലതൊക്കെ സാധിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ വല്യമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി മോളെ. കൊച്ചമ്മണിക്കൊരു താങ്ങ് കൊടുക്കാൻ തന്നെ നമ്മുടെ രാജുവും തീരുമാനിച്ചു. മേഡം എന്ത് കരുതി അളിയൻ്റെ അമ്മയെക്കുറിച്ച്? അളിയൻ്റെ അമ്മയ്ക്കെല്ലാം മനസ്സിലാവും. എത്രയെത്ര ചെട്ടിയാരന്മാരുടെയും മുതലിയാരന്മാരുടെയൊക്കെ വീട്ടിൽ ജോലി ചെയ്തിട്ടുള്ളതാ. മേഡം കാണുന്ന പോലെയൊന്നും അല്ല ഇയാൾ. ഒരു മഹാപ്രസ്ഥാനമാ. ഒരാളെ ചതിച്ച് വീഴ്ത്തണം എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി അളിയൻ്റെ അമ്മയുടെ അടുത്ത്. ആ ഓരോ ഒറ്റ മിനിറ്റിൽ വീഴ്ത്തിയിരിക്കും. അത് രാജുമോൻ എന്നെ ഒന്ന് താങ്ങിയതാണല്ലേ? അല്ല, ചുമ്മാതാ. ഹൃതിക അകത്തോട്ട് പോകുന്ന നേരം നോക്കി രാജു കൊച്ചമ്മണിയോട് പറയാ, ദാണ്ടേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എൻ്റെ ഭാര്യയുടെ നേരെ ഒന്നിനും വന്നു പോയേക്കരുത്, പാർത്തിക്കും ഞാനിവിടുന്ന്. അംബികയും മോനും കണ്ണിൽ എണ്ണയൊഴിച്ചിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഗുണ്ടകളെ കൊണ്ട് രാജുവിനെയും അവൻ്റെ അച്ഛനെയും തല്ലി കാലും കൈയും ഓടിപ്പിക്കണം. ആ സന്തോഷ വാർത്ത കേൾക്കാനിങ്ങനെ ഇരുന്നിട്ട് അവിടെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഉണ്ടായില്ലെന്ന് ഗുണ്ടകൾ വിളിച്ച് പറഞ്ഞ്. അത് കേട്ടിട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുക. ആ രുക്മിണി എന്താ ഇങ്ങനെ കാണിച്ചത്? അവളോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് അംബിക രുക്മിണിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുക. രുക്മിണി എന്തൊരു പണിയാ കാണിച്ചത്? അവരെ എല്ലാം അടിച്ച് പുറത്തിറക്കുന്നതിന് പകരം രുക്മിണി കോംപ്രമൈസ് ചെയ്തോ? അപ്പോൾ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും അംബിക അറിഞ്ഞില്ലേ? എന്ത് പ്രശ്നമാണ് രുക്മിണി? ആ ഹൃതികയില്ലേ, അവളൊരു DYSP ആയിട്ട് ഇവിടെ വന്നിരുന്നു. വാടകച്ചീട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്നും അതിനു മുമ്പ് ഇറക്കി വിടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് ഒത്തുതീർപ്പാക്കേണ്ടി വരുന്നു. നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ രുക്മിണി, അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ. എന്ത് ചെയ്യാനാ അംബികയെ? SP പറഞ്ഞാൽ പിന്നെ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ആ SP അവളെ ഞാനിവിടുന്ന് കെട്ടിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പിന്നെ അംബിക വിചാരിച്ചെല്ലാം കെട്ടുകെട്ടാൻ പോവല്ലേ. രാജു അങ്ങനെ പ്രതാപവർമ്മയുടെ വീട്ടോട്ട് വരുവാണ്. അംബിക വലിയ ദേഷ്യത്തിലിങ്ങനെ എരിഞ്ഞു നിൽക്കുക. ഈ നായ്ക്കളെയൊക്കെ ഇന്ന് തെരുവിലിറക്കാന്ന് കരുതി ഇരുന്നപ്പോഴാണ് അവൻ്റെ ഒരു പോലീസ് കണക്ഷൻ. അംബിക രാജുവിനെ ഒന്ന് നോക്കുമ്പോൾ രാജു മൈൻഡ് ചെയ്യുന്നില്ല. രാജു ഇങ്ങനെ പോകുമ്പോൾ, രാജു നിൽക്കവിടെ, പ്രതാപൻ്റെ PA ആണെന്ന് കരുതി എന്തും അങ്ങ് ചെയ്യാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോഴേക്കും ശേഖറും യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. ദേഷ്യത്തോടെ അംബിക രാജുവിനോട് ചോദിക്കുന്നു, എന്താടാ മനസ്സിലായില്ലടാ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ദാണ്ട നമ്മുടെ സരസ്വതി അമ്മ ആ ഭാഗത്തൂടെ വരുന്നുണ്ട്. ഇന്ന് അംബികയുടെ ജീവിതം കട്ടപ്പുക. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ഈ നിരന്ന് മേടിക്കാനിരിക്കുവാണ് സരസ്വതി അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക്. ഇനി എന്തൊക്കെയാണ് അവിടെ നിന്ന് നടക്കാൻ പോകുന്നത്? അംബിക വാലും ചുരുട്ടി ഓടുന്ന സീനൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.